ഞങ്ങളിൽ ഒന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവവചനം പറയുവാൻ, ദൈവവചനം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് ഒരുക്കണമേ. കരങ്ങളുയർത്തി സ്തുതിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 14 തൊട്ടുള്ള തിരുവചനമാണ്. എന്നെടുക്കാമോ? മത്തായി സുവിശേഷം 15-ന്റെ 25-ന്റെ 14. അതിന്റെ ഹെഡിങ് ഇങ്ങനെ, താലന്തുകളുടെ ഉപമ. എന്താണ്? അതിന് മുമ്പ് അതിന്റെ 25 തുടങ്ങുന്നത് 10 കന്യകമാരുടെ ഉപമ. എന്താണ്? നമ്മളിപ്പോ യഥാർത്ഥ വിശ്വാസ ജീവിതത്തെ കുറിച്ചുള്ള സ്വർഗരാജ്യം എങ്ങനെയുള്ളവർക്കുള്ളതാണ്. അപ്പൊ അവിടെ വിശ്വസ്തത വേണം, വിശ്വാസം വേണം. എന്തൊക്കെ വേണം? ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ടീച്ചറെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ പറയുന്നു വിശ്വാസത്തിനകത്ത് എന്തോ ഉണ്ട്, അല്ല വിശ്വാസത്തിനകത്ത് എന്തോ ഉണ്ട്. അതറിയാമോ? ഇംഗ്ലീഷിൽ ഫെയ്ത്ത് എന്നാ പറയുന്നില്ലേ? വിശ്വാസത്തിന് എന്താ പറയുന്നത്? ഫെയ്ത്ത്. ഫെയ്ത്തിനകത്ത് ഒരു ഫ്രൂട്ട് ഉണ്ട്. ഫെയ്ത്തിനകത്ത് എന്താ ഉണ്ട്? ഈ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താ? മാവിൽ കുറെ മാമ്പഴമുണ്ട്. അത് മാവാണോ തിന്നത്, നമ്മളാണോ കഴിക്കുന്നത്? അപ്പൊ വിശ്വാസം ഒരു ഫ്രൂട്ട് ആകുമ്പോഴെന്തായി തീരും? ഞാൻ മൂലം അനേകർക്ക് അനുഗ്രഹമായി മാറും, ഫലം നൽകുന്നവനായി മാറും. അല്ലാത്ത ഈ ഫ്രൂട്ടില്ലാത്ത വിശ്വാസമൊക്കെ പ്രോസ്പിരിറ്റി ഗോസ്പൽ, നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി നമ്മൾ 1000 നൊവേന ചൊല്ലുന്നു, ഉടമ്പടി എടുക്കുന്നു. ഇതെല്ലാം എൻ്റെ കാര്യത്തിന് വേണ്ടി. അതിനകത്തൊരു ഫെയ്ത്ത് ഇല്ല. അതൊക്കെ തട്ടിപ്പാണ്. അതൊന്നും വേണ്ടെന്നല്ല. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ടാ. എന്താണ്? എന്നിൽ ഫലം അന്വേഷിക്കും. ഫ്രൂട്ട് ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഫലമുണ്ട്. അപ്പോൾ ഫലം അന്വേഷിച്ച് വരുമ്പോൾ ഈ ഫ്രൂട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്താ ബൈബിളിൽ പറയുന്നത്? ഫ്രൂട്ട് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ഫലം അന്വേഷിച്ച് അത്യുഷത്തിൽ എടുക്ക ചെന്നപ്പോൾ എന്തുണ്ടായി? അത്യുഷം കർത്താവ് അത്യുഷത്തെ ശപിച്ചു. അതിന്റെ അർത്ഥം എന്നാ? അതിലെന്തില്ല? അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഫലമില്ലെങ്കിൽ ഈ വിശ്വാസം കൊണ്ട് യാതൊരു, ഞാനിപ്പോ മാവേലിക്കരയിൽ നിന്ന് വരുമോ? അപ്പൊ ഈ മാവേലിക്കരയിൽ നിന്ന് വരുന്ന വ്യക്തിക്ക് ഒരു ഫ്രൂട്ട് ഇല്ലെങ്കിൽ, ഈ ഫലമില്ലെങ്കിൽ, നമ്മൾ ഈ 30 വർഷം കൊണ്ട് വചനം പറയുക, അപ്പൊ ഇതിനകത്ത് ഫ്രൂട്ട് ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണം. അതുകൊണ്ടാണ് സ്നാപയോഹന്നാൻ ഇങ്ങനെ പറഞ്ഞ, ഫലം തരാത്ത വൃക്ഷത്തിന്റെ വേരിന് കോടാലി വെക്കും. എന്താ ഈ കോടാലി? എന്താ ഈ ഫലം? ഫലം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടാ. അപ്പൊ ഈ കോടാലി എന്താ? വിസ്മൃതിയുടെ കോടാലി. ഇപ്പൊ കൊച്ചേട്ടൻ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഫ്രൂട്ട് ഇല്ലെങ്കിൽ കൊച്ചേട്ടൻ കുറെ കഴിയുമ്പോൾ മരിക്കും, ഇല്ലേ? അപ്പൊ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ മക്കള് പറയും, ഓ ഈ അപ്പനിൽ നിന്ന് ഞങ്ങൾക്ക് ഫ്രൂട്ടൊന്നും. അടക്കത്തോടു കൂടി ആ കോടാലിയുടെ പേരാണ് വിസ്മൃതിയുടെ കോടാലി. എന്താണ്? അപ്പൊ ഫലമില്ലാത്ത വൃക്ഷത്തിന്റെ വേരിന് അപ്പം മരിച്ചു കഴിഞ്ഞപ്പോ തന്നെ കോടാലി വെച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിസ്മൃതിയായെന്നാണ്. പിന്നെ ഓർക്കത്ത് പോലും, ഓ അയാൾ ജീവിച്ചിരുന്ന കാലത്ത് വളരെ തല്ലിപ്പൊളിയായിരുന്നു. ചേട്ടന്റെ കാര്യമില്ല. ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവും ഇങ്ങനെ അർത്ഥമില്ലാത്ത ഒത്തിരി ജീവിതങ്ങളുണ്ട് ലോകത്തിൽ. അർത്ഥമില്ലാതെ ഇങ്ങനെ ജീവിച്ചു, കുടുംബത്തിൽ അർത്ഥമില്ലാതെ ജീവിച്ചു. ഏറ്റവും അടക്കം കഴിഞ്ഞ് ഞാൻ ഈ ക്ലാസ് പറഞ്ഞു, എൻ്റെ ബ്രദറെ, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 37 വർഷമായി, ഞാൻ ഇന്നേ നാടി വരെ കല്ലറയിൽ പോയിട്ടില്ല. കാര്യം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ കൂടി യാതൊരു ഫലമില്ലായിരുന്നു. അപ്പോ അയാൾ വിശ്വാസിയാണെന്ന് പറയാനും. അപ്പൊ ഈ ലോകത്തിൽ അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഈ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഈ ഫ്രൂട്ടുള്ളവനുണ്ടോന്ന് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം നമ്മള് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം
കേൾക്കുന്നുണ്ടോ? 25-ാം അധ്യായം 1 തൊട്ടുള്ള തിരുവചനത്തില് ആ 25-ാം അധ്യായത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്, എന്താ? 10 കന്യകമാരുടെ ഉപമ അല്ലേ? 10 കന്യകമാരുടെ എന്താ? ഈ 10 കന്യകമാര് എന്ന് പറയുന്നത് നമ്മുടെ പ്രതിനിധികളാണ്. ഈ 10 കന്യകമാരെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? വായിച്ച് ആ വചനം ഒന്ന് വായിച്ച്. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് അപ്പൊ സ്വർഗരാജ്യം എന്താണ് ഊഹിച്ചിരിക്കുന്നത്? മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. എത്ര കന്യകമാർക്ക്? അപ്പൊ ഈ 10 കന്യകമാരിൽ നമ്മൾ ഓരോരുത്തരും പ്രതിനിധിയാണ്. അപ്പൊ അവരുടെ കയ്യിൽ എന്തുണ്ട്? വിളക്കുണ്ട്. എന്താ ഈ വിളക്ക്? ടീച്ചറെ, എന്താ വിളക്ക്? കൊച്ചേട്ട, എന്താ വിളക്ക്? എന്റെയും കൊച്ചേട്ടന്റെയും ജീവിതമാണ് വിളക്ക്. അമ്മയുടെ കയ്യിൽ ഒരു വിളക്ക് തന്നിട്ടുണ്ട്, ജീവിതമാണ്. ഈ ജീവിതമാകുന്ന വിളക്കിൽ എണ്ണ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയാണ്. എന്റെ ജീവിതമാകുന്ന വിളക്കിൽ വിശുദ്ധിയുടെ എണ്ണ വറ്റിപ്പോയിട്ടുണ്ടോ? നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കേണ്ട കാര്യമാണ്. എന്റെ ജീവിതമാകുന്ന വിളക്കിൽ വിശുദ്ധിയുടെ എണ്ണ വറ്റിപ്പോയിട്ടുണ്ടോ? മണവാളൻ ഈ രാത്രി വരാം, നാളെ വരാം, നമ്മൾ ഒരുക്കമുള്ളവനാണോ? മനസ്സിലായോ? അപ്പൊ ഈ വിളക്കെന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത് 10 കന്യകമാരെ ഉപയോഗിച്ചിട്ട് പറയുക അവരുടെ കയ്യിലെല്ലാം വിളക്കുണ്ട് എന്ന് വെച്ചാൽ എന്റെ ജീവിതമാകുന്ന വിളക്കാണ്. അടുത്ത വചനം പറയുന്നത് എന്താ പറയുന്നത്? അവരിൽ 5 പേർ വിവേകശൂന്യകളും. അപ്പൊ വിവേകശൂന്യകളും എന്താ? ഈ വിവേകശൂന്യം എന്ന് പറഞ്ഞാൽ അവർ പഠിക്കാത്തവരല്ല, അവർക്ക് ദൈവിക ജ്ഞാനമില്ലായിരുന്നു, ലോകത്തിന്റെ അറിവ് മാത്രമേ. എന്താ ഈ ലോകത്തിന്റെ അറിവ് പറയുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു കുടുംബത്തിന് ക്ലാസ് എടുക്കുമ്പോൾ അപ്പൊ അവിടുത്തെ 15 വയസ്സുള്ളൊരു മകൻ അവൻ എന്നോട് ചോദിക്കുക, ബ്രദറെ, ഈ ജീസസ് ഒക്കെ യഥാർത്ഥത്തിൽ ഉണ്ടോ? അവൻ ചോദിക്കും. അപ്പൊ അവന്റെ പപ്പ ഡോക്ടറാ. അപ്പോൾ ഡോക്ടർ പറയാണ്, ബ്രദറെ, ഇവന്റെ സ്കൂളിലെ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെയാ ചോദിക്കുന്നത്, ദൈവമൊക്കെ ഉണ്ടോ എന്നാണ്. ഇവന് ആ സ്കൂളിലെ ഏറ്റവും ടോപ്പ് റാങ്കാ. പക്ഷെ അവനിൽ എന്തില്ല? ദൈവവിശ്വാസം. അപ്പൊ അവനിൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ എത്ര സമയം എടുത്തെന്നറിയാം? 1 മണിക്കൂർ പറഞ്ഞപ്പോഴാണ് ഏകദേശമൊക്കെ. അപ്പൊ ആ കൊച്ചു പറയും, ഇങ്ങനൊക്കെ ഉപദേശിച്ചു തരാൻ ഞങ്ങൾക്ക് ആരുമില്ലെന്ന് പറഞ്ഞു. കാലിഫോർണിയയിൽ നിന്ന് അവിടുന്ന് 250 കിലോമീറ്റർ അപ്പുറം ഇവർ താമസിക്കും. കാലിഫോർണിയയിലെ ദാനിയേൽ പൂർണ്ണത്തിൽ അച്ഛൻ വന്നപ്പോൾ ഇവര് ബുക്ക് ചെയ്തപ്പോൾ അവർക്ക് സീറ്റ് കിട്ടി. അപ്പൊ ഈ കൊച്ചന് 1 മണിക്കൂർ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത്, ഇപ്പോഴേകദേശം എനിക്ക് പിടി കിട്ടിയത് ജീസസ് ഉണ്ടോ. 15 വയസ്സുള്ള കൊച്ചൻ ചിന്തിക്കുന്ന ജീസസ് ഇല്ലെന്ന്, 2ാം വരവില്ലെന്ന്. അവ പറയാ ഈ ലക്ഷക്കണക്കിന് കുട്ടികൾ അമേരിക്കയിലുണ്ട് ഇതൊക്കെ വിശ്വസിക്കാത്തത്. അപ്പൊ അവസ്ഥ കണ്ടോ? മനസ്സിലായോ? അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ വിവേകം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അറിവല്ല. 4ാം ക്ലാസ് വരെ പഠിച്ച അമ്മച്ചിയുടെ 4 മക്കൾ ഐഎസുകാർ, 2 പേര് ചീഫ് സെക്രട്ടറിമാർ. അവരുടെ പേരൊന്നും പറയുന്നില്ല, ഇപ്പൊ എടുത്തോണ്ടിരിക്കുക, പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശം. അപ്പോ ഒരു ചീഫ് സെക്രട്ടറി എന്നോട് പറയുക, എറണാകുളത്ത് ഒരു ധ്യാന നാളത്തിൽ എന്നോട് പറയുകയാണ്, എന്റെ ബ്രദറെ, എന്റെ അമ്മച്ചി ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. കാരണം എന്റെ ഭാര്യയും ഞാനുമായിട്ട് 2 കാറിലാണ് പോകുന്നത്. 17 വർഷമായി മിണ്ടിയിട്ട്. അവളും ഐഎസ് സീനിയർ സെക്രട്ടറിയാണ്, ഒരു വകുപ്പിന്റെ സീനിയർ സെക്രട്ടറിയാണ്. ഞാൻ ചീഫ് സെക്രട്ടറിയാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ട് എത്ര വർഷമായി? അപ്പൊ 2 കാറിലാണ് പോകുന്നു. കത്തോലിക്കരായതുകൊണ്ട്, വിവാഹമോചനത്തെ ദൈവം ഇഷ്ടപ്പെടാത്തത് കൊണ്ടും, ഒരു മകൻ അങ്ങ് ഓസ്ട്രേലിയ ഉള്ളത് കൊണ്ടും ആ മകനെ പ്രതിയാണ് ഞങ്ങൾ വിവാഹമോചനം. അവനിപ്പോ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ട് 3 വർഷമായി. കാരണം അവനെ വിവാഹം നടത്തണമെന്നൊക്കെ ഞങ്ങൾക്ക് ആവശ്യം. അടുത്ത വർഷം ഞങ്ങൾ റിട്ടയർഡ് ആവുക. അപ്പൊ അവന് ഇപ്പൊ 30 വയസ്സ് കഴിഞ്ഞു. അവനോട് വിവാഹത്തെ കുറിച്ച് പറയുക,
അപ്പനും അമ്മയും ഇങ്ങനെയാണ്, ഞാൻ എന്തിനാ വിവാഹം കഴിക്കുന്നു? നിങ്ങൾ രമ്യതയില്ലാതെ എന്തിനാ? അവന്റെ ചോദ്യത്തിന് ശരിയല്ലേ? അപ്പൊ ഈ രണ്ട് IAS ഓഫീസേഴ്സും വിവേകമുള്ളവരാണോ വിവേകരഹിതരാണ്? നിങ്ങൾ പറ. അവർ IASകാരാണെന്ന് പറഞ്ഞിട്ട് വിവേകമുണ്ടോ? വിവേകം എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന, പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന അഭിഷേകത്തിന്റെ പേരാണ് വിവേകം. വിവേകത്തിന്റെ വരം, വിവേകത്തിന്റെ വരം. നമ്മളെ അടുത്ത് നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കാനുള്ള വരം, ഇതിന്റെ പേരാണ്. അതുകൊണ്ടാണ് സമരിയാക്കാരി സ്ത്രീ അടുത്ത് വന്നപ്പോൾ ഈശോ പറഞ്ഞു, നിനക്ക് ഭർത്താവില്ലായിരുന്നു, പക്ഷെ നിനക്ക് 5 ഭർത്താക്കന്മാര് ഉണ്ട്. ഈ വരത്തിന്റെ പേരാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന വിവേകത്തിന്റെ വരമാണ്. അപ്പൊ ഈ വിവേകവരം നഷ്ടപ്പെടുമ്പോൾ അവിടെ വിശുദ്ധി നഷ്ടപ്പെടുകയും. അപ്പൊ വിവേകരഹിതർ എന്ന് പറഞ്ഞാൽ വിശുദ്ധി ഇല്ലാതെ വിളക്ക് കൈ കൊണ്ട് നടക്കുക. എല്ലാവരുടെയും കൈ വിളക്കുണ്ട്, അത് ജീവിതമാണ്, പക്ഷെ എന്തില്ല. അപ്പൊ 5 പേര് വിവേകമതികളും 5 പേര്. എന്നിട്ട് അടുത്ത വായന എന്താ പറയുന്നത്? വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ. അപ്പൊ ജീവിതത്തിൽ അവര് വിശുദ്ധിയില്ലാത്തൊരു ജീവിതം നയിക്കുക, അടിപൊളി സംസ്കാരം. ചിലവര് പറയും അവസാന നിമിഷം ദൈവത്തെ വിളിച്ചാലും അവൻ സ്വർഗത്തിൽ പോകും. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഒരു സമൂഹം. അപ്പൊ ഈ 2 വ്യക്തികളുടെ പ്രതിനിധികളാണ് അവിടെ കാണുന്നത്. തുടർന്ന് വചനം എന്താ പറയുന്നത്? വായിച്ചു. വിവേകവതികളാകട്ടെ എണ്ണോടൊപ്പം, വിളക്കിനോടൊപ്പം. അപ്പൊ വിളക്കിനോടൊപ്പം എന്തുണ്ട്? വിശുദ്ധിയുണ്ട്. ജീവിതമാകുന്ന വിശുദ്ധി അവരെ ഒരു ദിവസം പോലും വിശുദ്ധിക്ക് ഭംഗം വരുത്തുന്നില്ല. നമ്മുടെ വിളി തന്നെ എന്തുവാ? വിശുദ്ധിയിലേക്കാണ്. കുഴപ്പമില്ല. അപ്പൊ എന്താണ് ഇവിടെ വചനം പറയുന്നത്? ശ്രദ്ധിച്ചേ. അപ്പൊ അവിടെ ഒരു അടയാളം വെച്ചിട്ട് 1 തെസ്സലോനിക്ക 4:3 എടുത്തേ. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 3-ാം വചനം. തെസ്സലോനിക്കാർക്ക് എഴുതിയ എന്ന് പറഞ്ഞ് തെസ്സലോനിക്ക 1 തെസ്സലോനിക്ക 4:3 ഒന്ന് വായിച്ചേ. 1 തെസ്സലോനിക്ക, തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം 4:3. തെസ്സലോനിക്ക 4:3. 1 തെസ്സലോനിക്ക. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഒന്ന് ഉറക്കെ പറഞ്ഞ്. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം എന്നാ? ടീച്ചർ ഇപ്പൊ +2 പ്രിൻസിപ്പളാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ടീച്ചറിന്റെ എന്താ? അപ്പൊ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വത്രക്കാഴ്ചയോ നമ്മുടെ പണമോ പ്രതാപങ്ങളോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ആവശ്യം എന്റെ വിശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. എന്നിട്ട് എന്താ വചനം പറയുന്നത്? അതിന്റെ 7-ാം വചനം എന്താ പറയുന്ന? 1 തെസ്സലോനിക്ക 4:7 എന്താ പറയുന്നത്? അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ്. ഉറക്കെ പറഞ്ഞ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വിളി എന്താണ്? ഉറക്കെ പറഞ്ഞേ. വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ. അപ്പൊ ഈ വിശുദ്ധിയിലേക്ക് വിളിക്കണമെങ്കിൽ, ഈ വിളിക്കനുസരിച്ച് ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ വിവേകമുള്ളവരായി മാറണം. അതാണ് ആ കാണുന്ന 5 കന്യകമാർ. ഈ വിശുദ്ധിയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന അനുസരിച്ച്, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥ വിശ്വാസിയായി മാറും. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പറയുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ യജമാനന്റെ ആഗ്രഹം അതേപടി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വസ്ത ഭൃത്യന്റെ മനോഭാവം. യജമാനന്റെ ആഗ്രഹം അതേപടി ഇതാ ഞാൻ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് എന്നെ കുറിച്ച് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന് എന്നെ കുറിച്ച് അനവധി ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ജെയിംസ് ബ്രോൺ എന്ന് പറയുന്ന അമേരിക്കയിലെ വലിയൊരു സുവിശേഷകൻ. അപ്പൊ അദ്ദേഹം ഞായറാഴ്ച എല്ലാ സൺഡേയിലും 127 പള്ളികൾ ചേർന്ന് ഒരു ഗ്രൂപ്പിനെ വിളിച്ച് ഒരു 200 പിള്ളേർ, 200-250 പിള്ളേർ വരും. 10-നും 15-നും ഇടയ്ക്കുള്ള പിള്ളേർക്ക് 1 മണിക്കൂർ ക്ലാസ് കൊടുക്കുന്നു. അപ്പൊ പല ദൂരത്തു നിന്നുള്ള പള്ളിയിൽ നിന്നുള്ള ആൾക്കാർ പിള്ളേര് 10-നും 15-നും ഇടയ്ക്കുള്ള മക്കളാണ് ഇതിനുള്ളത്. അപ്പൊ ഈ വചനം കൊടുക്കുമ്പോൾ ഈ മക്കളോട് പറയാം 5 വചനങ്ങളെങ്കിലും നിങ്ങൾ കാണാതെ പഠിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ, എന്നിട്ട് ഈ വചനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ആത്മാവ് തടയുന്നതിനെ കുറിച്ച് വിവേചിച്ച് പറയും. അപ്പൊ കാതറിൻ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് എല്ലാ ആഴ്ചയിലും ഈ 5 വചനം പറഞ്ഞു കൊടുക്കുക, പഠിക്കുക മാത്രമല്ല അതിനെക്കുറിച്ച് വിവേചിച്ച് പറയുകയും നല്ല പാട്ടൊക്കെ പാടും. അതുകൊണ്ട് 250 വിദ്യാർത്ഥികൾക്കും പ്രിയങ്കരിയാണ് ഈ കാതറിന്. 10 വയസ്സേ ഉള്ളൂ. പക്ഷെ ഈ കൊച്ച് ഈ ക്ലാസിന്റെ ഒരു അരങ്ങ. അപ്പൊ ഈ 250 വിദ്യാർത്ഥികൾക്കും ഹാജർ എടുത്തതിന് ശേഷമാണ് ഇദ്ദേഹം ക്ലാസ് തുടങ്ങും. അപ്പൊ കാതറിനെ ഇദ്ദേഹം 1 വർഷമായിട്ട് ക്ലാസ് തുടങ്ങിയ ആ സമയം തൊട്ട് തന്നെ ഇപ്പൊ കാതറിന് 10 കഴിഞ്ഞ് 11 വയസ്സായി. 11 വയസ്സായിട്ടും കാതറിൻ തുടർച്ചയായിട്ട് വരുന്നുണ്ട്, ഒരു ഞായറാഴ്ച പോലും. അങ്ങനെ ഇരിക്കുമ്പോൾ 2 ഞായറാഴ്ചയായിട്ട് കാതറിനെ കാണാനില്ല. അപ്പൊ കാതറിനെ അന്വേഷിച്ച് കുറെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് 28 കിലോമീറ്റർ അകലെയുള്ള ഒരു പള്ളിയുടെ ആൾക്കാരനാണ് വരുന്നത്. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഒരു പാവം പിടിച്ച വീട്ടിലെ പെങ്കൊച്ച. എപ്പോഴും ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് ഈ കൊച്ച് വരുത്തുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 കൊച്ച് വരാത്ത കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും ഉണ്ട്. ഞങ്ങൾക്ക് ഏക മകളായിരുന്നു, അവൾക്കൊരു ടൈഫോയിഡ് പിടിപെട്ടു, ചികിത്സിക്കാൻ പണമില്ലാത്തത് കൊണ്ട് ചെറിയ മരുന്നൊക്കെ കൊടുത്തുകൊണ്ട് ഇതായില്ല, കൊച്ചു മരിച്ചു. കൊച്ചു മരിക്കുന്നതിന് മുമ്പ് ജെയിംസ് ആർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവരുടെ അവസ്ഥയും അതുകൊണ്ട് എന്നെ എന്താണെന്ന് അറിയിക്കാൻ ചോദിച്ചു. പറഞ്ഞു, സാർ 28 കിലോമീറ്റർ ദൂരമുള്ള പള്ളിയിലേക്ക് വരാൻ ഞങ്ങളുടെ പണമില്ല. സാർ എവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. കൊച്ചിന് ഈ അവസ്ഥയുമായി പോയി. പക്ഷെ കുഞ്ഞ് മരിച്ചു. കുളിക്കാൻ വലിയ വിഷമമായി. ഇവരോടൊപ്പം കുറേ മണിക്കൂർ അവിടെ ഇരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ സുവിശേഷ വേലയുടെ ഒരു ഭാഗം അവർക്ക് കൊടുത്തു. വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടുന്ന് ഇറങ്ങി. പിറ്റേ ഞായറാഴ്ച ഇതുപോലെ സൺഡേ സ്കൂൾ പിള്ളേർക്ക് വേണ്ടി ഹാജരെടുക്കുമ്പോൾ കാതറിന്റെ പേര് വെട്ടിയിട്ടില്ലായിരുന്നു. കാതറിൻ എന്ന് അബദ്ധത്തിൽ വിളിച്ചു. കാതറിൻ എന്ന് വിളിക്കുമ്പോൾ ഈ കൊച്ച് അവിടുത്തെ ഒരു ഹരമല്ല, ഇദ്ദേഹത്തിന് വലിയൊരു സന്തോഷമുള്ള ഒരു കൊച്ചാണ്. ഇവിടെ ഇല്ലല്ലോ, ഈ ശൂന്യത കണ്ടപ്പോൾ ഇയാൾ വലിയവായി കരഞ്ഞ് ആ ഹാജർ ബുക്കിനകത്ത് മൊത്തം ഈ കണ്ണുനീരാണ്. പിള്ളേർ മൊത്തം കരയാൻ തുടങ്ങി. ഇദ്ദേഹം കരയുന്നതാണ്. ഇദ്ദേഹത്തിന് കരച്ചിൽ അങ്ങോട്ട് അടക്കാനൊക്കത്തില്ല, വിഷമം അങ്ങോട്ട് തീരുന്നില്ല. കണ്ണടയ്ക്കും തോറും ഈ കാതറിന്റെ പിക്ചറാണ് വരുന്നത്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വരം ഇദ്ദേഹം കേൾക്കുക. പ്രിയപ്പെട്ട ജെയിംസ്, എന്റെ മകനെ, നിന്റെ ഹാജർ പുസ്തകത്തിൽ മാത്രമേ കാതറിന്റെ പേര് വെട്ടിയിട്ടുള്ളൂ. എന്റെ ഹാജർ പുസ്തകത്തിൽ അവളുടെ പേരുണ്ട്. ഇന്ന് ഞാൻ അവിടെ ഹാജരെടുത്തിരിക്കുക. കർത്താവ് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സിന് വലിയ സന്തോഷമായി. അപ്പൊ ഇദ്ദേഹം ന്യൂയോർക്കില് കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് ഈ വചനം പറഞ്ഞു. ഈ സംഭവം പറഞ്ഞു. നിരീശ്വരമായ വ്യക്തി അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് അയാൾക്ക് 10,000 കോടി രൂപയുടെ ആസ്തിയുള്ളവനാ. അത് മൊത്തം വിറ്റ് ഇപ്പോൾ ഈ സുവിശേഷകന്റെ കൂടായി. അപ്പൊ ഈ സുവിശേഷകൻ പറയുക, കാതറിൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെങ്കൊച്ചിന്റെ സാക്ഷ്യത്തിൽ കൂടി ഒരു നിരീശ്വരവാദിയെ ദൈവത്തിങ്കിലേക്ക് അവൾ തീർച്ചയായും സ്വർഗത്തിലുണ്ട് എന്ന് ദൈവം പറഞ്ഞതിന്റെ തെളിവാണിപ്പോൾ ഉണ്ടായത്. ഇതാണ് ജീവിക്കുന്ന സമയത്ത് നമ്മൾ വിവേകത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എങ്കിൽ അവിടെയാണ് നമ്മുടെ വിശ്വാസം അളക്കപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വിവേകരഹിതകളും അപ്പൊ വിളക്ക് കരുതിയിരുന്നു. അപ്പൊ അർദ്ധരാത്രി ആയപ്പോ മണവാളൻ വന്നു. മണവാളനെ എതിരേൽക്കുവാൻ ആര് പോയി? വിവേകവതികൾ പോയി. വിവേകവതികളോട് പറഞ്ഞു, നിങ്ങളുടെ എണ്ണ ശകലം. ഇപ്പൊ ടീച്ചർ പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കുക. കർത്താവ് വരിക. കൊച്ചേട്ടൻ ഇങ്ങനെ വാട്ടീസ് അടിച്ചുകൊണ്ട് നടക്കുക. കൊച്ചേട്ടൻ പറയേ എനിക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിനെ അങ്ങ് എടുക്കപ്പെടും. കൊച്ചേട്ടൻ അവിടെ
അവനവൻ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ. അല്ല, ടീച്ചർ പ്രാർത്ഥിച്ചത് കൊണ്ട് കൊച്ചേട്ടൻ രക്ഷപ്പെടുവോ? ഇല്ല. ഞാനിത് പറഞ്ഞത് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. എന്റെ മക്കളോട് അത് തന്നെയാ കാര്യമില്ല. ഹല്ലേലൂയ. അപ്പോൾ എന്നിട്ട് എന്താ, മണവാളൻ വന്നപ്പോൾ വിവേകരഹിതകൾ എന്ത് പറഞ്ഞു? നിങ്ങളുടെ കുറച്ച് എണ്ണ. ഈ അവസാന കാലത്ത് വിശ്വാസ ജീവിതം ഇല്ലാതെ കഴിഞ്ഞിട്ട് ഈ ലോകത്തിന്റെ വലിയ ഒരു അനർത്ഥങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴേ, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് അതിന്റെ അർത്ഥം. എന്നിട്ട് വാതിൽ അടയ്ക്കപ്പെട്ടു. വിവേകരഹിതകളെ തിരിച്ചു വന്ന് കർത്താവേ കർത്താവേ വാതിൽ തുറന്നു തരണേ എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അവിടെ വചനം പറയാ, കർത്താവ് പറയാ, നിന്നെ ഞാൻ. ഈ ബൈബിളിലെ ഏറ്റവും വേദനിക്കുന്ന ഒരു വാക്കാണ്, ദൈവം അറിയുന്നില്ല. നമ്മൾ ഇത്രയൊക്കെ ഒത്തിരി സൽപ്രവർത്തികളൊക്കെ ചെയ്തു, അവസാനം അവിടെ ചെന്നപ്പോഴേ കർത്താവ് പറയാം, നിന്നെ ഞാൻ പോയില്ല, തീർന്നില്ല. ഈ വാക്കുണ്ടാകാൻ ഇടയാവരുത്. ജീവിച്ചിരിക്കുന്ന ഓരോ വിശ്വാസിയും ചെയ്യേണ്ട കാര്യം. അപ്പൊ വിശ്വാസം എന്താണെന്നുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അടുത്ത ഓമയിലേക്ക് വരുമ്പോഴാണ് വിശ്വാസ ജീവിതത്തിന്റെ യഥാർത്ഥ ആഴം മനസ്സിലാക്കുന്നത്. അപ്പൊ താലന്തുകളുടെ ഉപമയെന്നാണ് അടുത്ത വചനം പറയുന്നത്. എന്താല്ലേ 14-ാം വചനം എന്താ പറയുന്നത്? എന്റെ എഡിങ് എന്നാ? അപ്പൊ അതൊന്ന് നമുക്ക് വായിച്ചേ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ്. ഒരുവൻ യാത്ര പെടുക എന്ന് പറഞ്ഞാൽ, ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഈശോ ഉദ്ദേശിച്ച, അവൻ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോയി, ഇനി തിരിച്ചു വരും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഭൃത്യന്മാരാണ്. തന്റെ സമ്പത്ത് അവരെ സമ്പത്ത് കൊച്ചേട്ടന്റെ കയ്യില് 5 താലന്ത് കൊടുത്തു. 5 താലന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്. ഏകദേശം ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 1.25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമെന്നാ പറയുന്നത്. അല്ല, 3.25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമെന്നാ പറയുന്നത്. 3.25. അപ്പൊ 5 താലന്ത് എന്ന് പറയുമ്പോ എത്ര? ഒരു 17-18 ലക്ഷം രൂപ വരും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 5 താലന്ത് എന്ന് പറഞ്ഞാൽ 5 രാജ്യങ്ങളെന്നാണ്. 5 രാജ്യങ്ങൾ നേടിയെടുത്തെന്ന്. അപ്പൊ കൊച്ചാട്ടനെ നോക്കിയപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി, ഇവൻ 5 രാജ്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ളവനാണെന്ന് മനസ്സിലായി. അപ്പൊ 5 താലന്ത് കൊടുത്തു. ഇനി മറ്റൊരുവൻ എത്ര കൊടുത്തു? ഓരോരുത്തരുടെയും കഴിവനുസരിച്ച്. ഓരോരുത്തരുടെയും ഒരുവന് 5 താലന്ത് കൊടുത്തു, മറ്റൊരുവന് 2, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, താലന്തുകൾ തരാത്ത ഒരു ക്രിസ്ത്യാനി ഈ ലോകത്തിലില്ല. ഈ താലന്ത് എന്തിനാ തന്നിരിക്കുന്നത്? ഈ താലന്ത് ഒരു ദൈവമേ ഉള്ളൂ, ഈശോ മാത്രമേ ഏക ദൈവമുള്ളൂ, മറ്റൊരു ദൈവമില്ല. മറ്റൊരു ദൈവത്തിന്റെ മുമ്പിൽ നീ നിസ്കരിക്കരുത്. ഏക ദൈവം ക്രിസ്തു മാത്രം. സർവ്വമത പ്രാർത്ഥനയൊക്കെ നല്ലതാ, പക്ഷെ സർവ്വമത പ്രാർത്ഥനയിൽ ഈശോ മാത്രമേ ഏക ദൈവമുള്ളെന്ന് പറയാവൂ. നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒന്നാണെന്ന് പറയരുത്. ഒറ്റ ഒരു ദൈവമേ ഉള്ളൂ. യേശുവേ എന്ന് പറയുന്നത്, യേശുവേ എന്ന് വിളിച്ചേ, ഒരു ദൈവമേ ഉള്ളൂ. പറഞ്ഞേ, ഒരു ദൈവമേ ഉള്ളൂ. ഈ ദൈവം ഒരുവനേ ഉള്ളൂ. ഈ ദൈവം ഒരുവനേ ഉള്ളൂ എന്ന് പറയാൻ നീ മടിക്കരുത്. നീ ഭയപ്പെട്ട് താലന്ത് കുഴിച്ചിടരുത്. എന്താ താലന്ത് കുഴിച്ചിടുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നെന്നാ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു. അതുകൊണ്ടാണ് മാർപ്പാപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് കത്തോലിക്ക സഭയിൽ അമ്മമാരില്ല, ആയമാര് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്താ ടീച്ചറെ അമ്മയുടെ പ്രത്യേകത? അമ്മ കുഞ്ഞിന് ജന്മം നൽകുമോ? ഇപ്പൊ ഒരു കുഞ്ഞ് ഇവിടുന്ന് ഓടിക്കളിക്കുന്നുണ്ട്, കുഞ്ഞിന് ജന്മം നൽകുന്നതാണ്. ആയ കുഞ്ഞിന് ജന്മം നൽകുമോ? ആയ ഉള്ളതിനിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഉള്ള മഠങ്ങളും ഉള്ള സ്കൂളും ഉള്ള സ്ഥാപനങ്ങളും ഉള്ള പള്ളിയും ഉള്ള ഇടവകയും ഇട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരുത്തനെ ഇങ്ങോട്ട് ചേർക്കാൻ പേടിയ. യേശുക്രിസ്തു ഏക രക്ഷകനാണെന്ന് പറയാൻ ഭയപ്പെടുന്നു. ഇതാണ് ഇതാണ് ഈ താലന്തുകളെ ദൈവം തന്നിട്ട് ആ താലന്തുകളെ വേണ്ട വിധം ഉപയോഗിക്കാത്തതിന്റെ ദുരന്തങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തങ്ങൾ ഇനി വർദ്ധിക്കത്തേ ഉള്ളൂ. ഈ താലന്തുകള് കൊടുക്കുവാൻ ഭയമായി. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒന്നാണ്, നിങ്ങളുടെ ഇതിനകത്തും ദൈവത്തിന്റെ അംശമുണ്ടെന്നൊക്കെ പറയുന്ന കാലമൊക്കെ കഴിഞ്ഞു.
ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭയുടെ CCC പറയുകയാണ്, പ്രത്യേകം എടുത്തു പറയുവാണ്, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല. അപ്പോ ഈ താലന്ത് കൊടുത്തവൻ അവൻ വിളിച്ചു പറഞ്ഞു, 5 താലന്ത് അവൻ നേടി, 2 താലന്ത് നേടി, 1 താലന്ത് കിട്ടിയവൻ അവൻ കുഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ എന്താ? മാർപ്പാപ്പയുടെ വാക്കി പറഞ്ഞാൽ അവൻ ആയയുടെ ജോലി ചെയ്തെന്ന്, ഉള്ളതിനെ ഇട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈ സ്കൂളും കോളേജും ഒക്കെ മതിയെന്ന്. ഈ സ്കൂളിൽ വന്നിട്ട് എന്താ, സെന്റ് ജോസഫ് സ്കൂളിലെ അല്ലെങ്കിൽ സെന്റ് മേരീസ് സ്കൂളിലെ സർവോദ പ്രാർത്ഥനയാ, കൃഷ്ണനും നബിയും ക്രിസ്തുവും ഒന്നാണ് അറിഞ്ഞ ദൈവമേ, ഇതിന് കൂട്ടിപ്പിടിച്ചോണ്ട് തീർക്കുക. ഇതൊക്കെയാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെയും നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവമല്ല. പിന്നെ പ്രശ്നമുണ്ടോ? തോമസ് ലീഹായ്ക്ക് ഇവിടെ കൊടുങ്ങല്ലൂർ വന്നപ്പോൾ അവരോട് പറയാം, നിങ്ങളുടെ ശിവനും കർത്താവ് യേശുക്രിസ്തു ഒന്നാണെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് രക്തസാക്ഷിത്വം ഭരിക്കണം. ദൈവസഹായം പിള്ളയ്ക്ക് മാർത്താണ്ഡവർമ്മയോട് പറയുവാണ്, നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ഒന്നാണെന്ന് പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മ അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ദൈവസഹായം പിള്ള കാറ്റാടി മരത്തിൽ ചെന്ന് വെടിയേറ്റ് മരിക്കണം. എരുമപ്പുറത്ത് 17 കിലോമീറ്റർ ദൂരം വലിച്ചടിച്ചുകൊണ്ട് പോകണം. വെള്ളം കിട്ടാതെ വന്നപ്പോൾ ചേറുവെള്ളം കൊടുത്തപ്പോൾ മുട്ടിടിച്ച് വെള്ളം കുടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. യേശുക്രിസ്തു മാത്രമേ ഏക രക്ഷകനാണെന്ന് പറഞ്ഞതിന് വേണ്ടിയാണ് അയാളെ രക്തസാക്ഷിയായത്. ഈ രക്തസാക്ഷിത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരെ ഇന്ന് ഇതൊന്നും പറയാതെ സുഖലോലുപത മാത്രം അന്വേഷിച്ച് നടക്കുക. അതുകൊണ്ട് ഇനിയും ഗ്രാമങ്ങളല്ല പോകുന്നത്, ചിലപ്പോൾ ജില്ലകൾ ഇനി പോയിരിക്കും. ഇനിയും വലിയ അനർത്ഥങ്ങളുടെ കാലഘട്ടം. കാരണം ദൈവത്തിൽ നിന്ന് മറന്നൊരു ജനത, പ്രകൃതി നമുക്കെതിരെ തിരിയാൻ തുടങ്ങുകയാണ്. എവിടെ ദൈവത്തിൽ നിന്ന് മനുഷ്യനകന്നോ, ദൈവത്തിൽ നിന്ന് അകന്ന ഒരു മനുഷ്യരായിരുന്നു സാവു. സഭയെ പീഡിപ്പിക്കാനുമായിട്ട് പോയപ്പോഴേ മിന്നൽ പിണർ അവനെ അയക്കുക. പ്രകൃതിയാണ് അവനെതിരെ തിരിയുന്നത്. ഈ പ്രകൃതിയെല്ലാം നമുക്കെതിരെ തിരിയുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ തന്നെ എത്തിച്ചേർത്തിരിക്കുക. നമുക്ക് അനുകൂലമായി നിൽക്കേണ്ട പ്രകൃതി ഇനിയും ഈ ദൈവഹിതത്തിനനുസരിച്ച് പോയില്ലെങ്കിൽ, ഞാൻ വ്യക്തമായി പറയുകയാണ്, ദുരന്തങ്ങളുടെ ഘോഷയാത്രയായിരിക്കും ഇനി വരാൻ പോകുന്നത്. പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ ഇനി ജീവിക്കാനൊക്കത്തില്ല. വിശ്വാസമില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ ഒരു മനുഷ്യനും സാധിക്കത്തില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താ വചനം പറയുന്നത്? എത്ര താലന്ത് കൊടുത്തു? 5 താലന്ത് കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, അവൻ തിരിച്ചു വന്നപ്പോൾ എന്ത് പറഞ്ഞു? 5 താലന്ത് കൂടി സമ്പാദിച്ചു. അപ്പൊ അവനോട് എന്താ പറയുന്നത്? കൊള്ളാം ഇല്ലേ? എങ്ങനെ പറയുന്ന എങ്ങനെ പറയുന്ന ടീച്ചറെ വായിച്ചേ? കൊള്ളാം. 5 താലന്ത് നേടിയവനോട് എന്ത് പറഞ്ഞു? കൊള്ളാം. എങ്ങനെ തുടങ്ങുന്ന? ആദ്യം എന്താ പറയുന്നത്? കൊള്ളാം. ദൈവം ഒരു മനുഷ്യനോട് കൊള്ളാമെന്ന് പറഞ്ഞ ആരാ? ദൈവം കൊള്ളാമെന്ന് പറഞ്ഞ പിന്നെ മാറ്റമുണ്ടോ? പറയേ, എന്നോട് പറയുക കൊള്ളാം. കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പറയാം നല്ലവനും വിശ്വസ്തനും എന്ന് പറഞ്ഞാൽ എന്താ? ഫെയ്ത്ത്ഫുൾ. എന്താണ് ഫെയ്ത്ത്ഫുള്ളിനകത്ത്? ഒരു ഫ്രൂട്ട്ഫുൾ ഉണ്ട്. ഫെയ്ത്ത്ഫുള്ളിനകത്ത് എന്തുണ്ട്? എന്താ ഈ ഫ്രൂട്ട്ഫുൾ? ഫലം നൽകുന്ന വിശ്വാസം, ആത്മാവ്, സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസമയനം. ഈ സ്നേഹം കൊണ്ട്, ആനന്ദം കൊണ്ട്, സമാധാനം കൊണ്ട്, ക്ഷമ കൊണ്ട് നേരിടുന്ന ഒരു വിശ്വാസം. അപ്പൊ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നവനാണ്. ഇന്ന് ക്ഷമിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അപ്പൊ ഈ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ വിശ്വാസം, അതാണ് കൊള്ളാം. അപ്പൊ എന്റെ വിശ്വാസ ജീവിതം കണ്ടിട്ട് ദൈവം പറയാണ് കൊള്ളാം, നല്ലവനുമായ ഭൃത്യ. എങ്ങനെയാണ്? ഈ മാർപ്പാപ്പ പറയാണ്, ഇതൊക്കെ ഞാൻ ചിലപ്പോ വായിക്കുമ്പോഴൊന്ന് വിറയ്ക്കുമെന്ന്. ഫ്രാൻസിസ് മാർപ്പാപ്പ, നമ്മളിത് വായിച്ചിട്ട് വിറയലുണ്ടോ? വിശുദ്ധ ജീവിതം നയിക്കുന്ന മാർപ്പാപ്പ പറയും ഇത് വായിക്കുമ്പോൾ ഞാൻ വിറയ്ക്കുമെന്ന്. നമ്മൾ വായിക്കുമ്പോൾ വിറയലുണ്ടോ? നമുക്ക് വിറയൽ എങ്ങനെയാ? നമുക്ക് മക്കളെ കുറിച്ചുള്ള ആകുലതയില്ല വിറയൽ. നമ്മളെ മക്കള് ഇത് കൊള്ളാം, എന്റെ മക്കള് ഈ ലോകം വിട്ട് സ്വർഗത്തിൽ പോകുമ്പോൾ ഞാൻ സ്വർഗത്തിലാണെങ്കിൽ എന്നോടൊപ്പം ആയിരിക്കുവാൻ. അപ്പൊ ദൈവം അവരെ വിളിക്കും കൊള്ളാം, നല്ലവനുമായ ഭൃത്യ. എങ്ങനെ വിളിക്കുന്നത്? ഈ ബൈബിളിലെ ഹൃദയമാണ് കൊള്ളാം. ദൈവത്തിന്റെ വാക്ക കൊള്ളാം, നല്ലവനുമായ ഭൃത്യ. എന്താണ്? അല്പകാര്യങ്ങൾ വിശ്വസ്തനായതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഫലമേൽപ്പിക്കുന്നു. കണ്ടോ? അൽഫോൻസാമ അല്പകാര്യങ്ങളിൽ വിശ്വസ്തയായതുകൊണ്ട് സ്വർഗത്തിൽ ഇപ്പൊ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? അവൾ വിജയസഭയിലാണോ ടീച്ചറെ?
ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണെന്ന് ഒരു 10 വയസ്സുകാരി പെങ്കൊച്ച് വചനം കേട്ടപ്പോൾ അവൾ ഇന്ത്യയിൽ വന്ന് 5 ഭൂഖണ്ഡങ്ങൾ നേടി. 5 രൂപ കൊണ്ട് വന്ന് 5 ഭൂഖണ്ഡങ്ങൾ നേടി. കാരണം അവക്കറിയാം ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന്. അപ്പൊ അവിടെ ഒരു അടയാളം വെച്ചിട്ട് യെശയ്യാ 33:6 എന്ന് വായിച്ചു. യെശയ്യാ 33:6 അവിടെ അടയാളം വെച്ച് യെശയ്യാ 33:6. യെശയ്യാ 33:6. യെശയ്യായുടെ പ്രവചനം 33-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അവിടുന്ന് നിന്റെ എന്നുള്ളടത്ത് എന്റെ എന്നുള്ള അവിടുന്നാണ്. കൊച്ചേട്ട ഒന്ന് പറഞ്ഞേ, അവിടുന്നാണ്. ജീവിത പങ്കാളിയോട് പറയാം, അവിടുന്നാണ് എന്റെ ആയുസിന്റെ ഉറപ്പെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറയണം? അവിടുന്നാണ് എന്റെ ആയുസിന്റെ. എന്റെ ആയുസ് നിശ്ചയിച്ചിരിക്കുന്നത് ആരാ? 29 വയസ്സുള്ള ഒരു യുവ വൈദികൻ, വിശുദ്ധനായ വൈദികൻ ഷോക്കേറ്റ് മരിച്ചു അല്ലേ? ഇന്ന് അടക്കമാ. അപ്പൊ ആയുസിന്റെ ഉറപ്പാരാ? ദൈവമാണ് എനിക്ക് ആയുസ് നിശ്ചയിച്ചിരിക്കുന്നത്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആയുസ് മാത്രമേ എനിക്കുള്ളെന്നു. അതിനുള്ള ഒരു മഴ നീട്ടാനോ ഒരു മഴ കൂട്ടാനോ, പക്ഷേ പ്രാർത്ഥനയെ കൂടി നീട്ടാൻ കഴിയും. ബൈബിളിൽ പറയുന്നുണ്ട്, എസക്കി രാജാവ് രോഗിയായിരുന്നു, മരിക്കുമെന്ന് പറഞ്ഞ് യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൽ പറയുന്നത് എടുക്കണ്ട. അപ്പൊ കാണുന്നുണ്ട്, യെശയ്യാ ചെന്ന് പറഞ്ഞു, എസക്കി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, അവന്റെ ആയുസ് 15 വർഷം കൂടെ. അപ്പൊ 102-ാം സങ്കീർത്തനം അതിന്റെ 24-ാം വചനത്തിൽ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ യെശയ്യാ പ്രവചനം വീണ്ടും വരണം. 102-ാം സങ്കീർത്തനം 20. നിങ്ങൾ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വചനമാണ്. ശ്രദ്ധിക്കുക, ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വചനം 102-ാം സങ്കീർത്തനം അതിന്റെ 24-ാം വചനം. ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. 102-ാം സങ്കീർത്തനം 24-ാം വചനം. വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനെ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മുമ്പിൽ വർഷങ്ങളോ കാലങ്ങളോ ഇല്ല. അറുതിയില്ലാത്തവനെ എന്റെ ആയുസിന്റെ മധ്യേ ഒന്ന് വലതുകരമയത്തി പറയാം, എന്റെ ആയുസിന്റെ മധ്യേ എന്നെ എടുക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കണോ വേണ്ടായോ? അപ്പൊ പറയാ, മോനൊന്ന് വായിച്ച്. വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എന്റെ ദൈവമേ, വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എന്റെ ദൈവമേ, എന്റെ ആയുസിന്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുത്. എന്റെ ആയുസിന്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതെന്ന് ഞാൻ യാചിക്കുന്നു. ബൈബിളിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ആയുസിന്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതെന്ന്. അപ്പൊ ഈ എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം വിളിച്ചോട്ടെ, പക്ഷേ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാനും കടപ്പെട്ടവരാണ്. ആണോ? കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, കരമുയർത്തി പറഞ്ഞേ. അതുകൊണ്ടാണ് യെശയ്യാ 33:6 നമ്മൾ വരികയാണ്. വീണ്ടും യെശയ്യാ 33:6 എന്താ പറയുന്നത്? എന്താ 33:6 പറയുന്നത്? വായിച്ചേ. അവിടുന്നാണ് എന്റെ ആയുസിന്റെ ഉറപ്പ്. അപ്പൊ അവിടുന്നാണ് എന്റെ ആയുസിന്റെ ഉറപ്പ്, രക്ഷയുടെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും. അപ്പൊ രക്ഷ, അപ്പൊ ആയുസിന്റെ ഉറപ്പുള്ള വ്യക്തിക്ക് രക്ഷ വേണമെങ്കിൽ ആര് വേണം? പറഞ്ഞേ, രക്ഷ വേണമെങ്കിൽ ആര് വേണം? രക്ഷ വേണമെങ്കിൽ ആര് വേണം? കർത്താവ് വേണം. കർത്താവ് വേണം. അവൻ എസെക്കിയേൽ ആയതുകൊണ്ട് ഈശോയെ നോക്കുവോ? കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കണ്ടോ? അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ നമ്മളെക്കാ കുഞ്ഞുങ്ങൾക്ക് അറിയാം ഈശോ ആരാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ശ്രദ്ധിച്ചേ. അവിടുന്നാണ് എന്റെ ആയുസിന്റെ ഉറപ്പ്. ഒരു 5 പ്രാവശ്യം പറഞ്ഞു എല്ലാവരും. ഒന്നോട് ഉറക്കെ പറഞ്ഞു, ഒന്നോട് ഉറക്കെ പറഞ്ഞു, ഒന്നോട് ഉറക്കെ പറഞ്ഞു. അവിടുന്നാണ് എന്റെ. ഇത് പറഞ്ഞുകൊണ്ട് വണ്ടി എടുക്കുന്ന വല്ല കുഴപ്പമുണ്ട്? അവിടുന്നാണ് എന്റെ ആയുസിന്റെ ഉറപ്പ്. രക്ഷയുടെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അടുത്ത വചനമാണ് എപ്പോഴും പറയേണ്ടത്. അവിടുന്ന് നൽകുന്ന സമ്പത്ത്. അവിടുന്ന് നൽകുന്ന സമ്പത്ത് നമ്മൾക്ക് ബാങ്കിൽ കിടക്കുന്ന പൈസ ഒന്നുമല്ല. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. പാരീസ് സർവകലാശാലയിലെ ജോലി, തത്വശാസ്ത്രത്തിന്റെ ജോലി ഉപേക്ഷിച്ച് വന്ന് ഇന്ത്യയിൽ വന്ന്
അനേക ആയിരങ്ങളെ അല്ലെങ്കിൽ ലോകം മൊത്തം 3 ലക്ഷം പേരെ നേടിയ ഫ്രാൻസിസ് അസീസ് ആ ദൈവഭക്തി എന്ന് പറഞ്ഞ സമ്പത്തുള്ളത് കൊണ്ടാണ് ഈ 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഫ്രാൻസിസ് സേവ്യറിനെ അറിയപ്പെടുന്നത്. ആണോ? ഹല്ലേലൂയ. കോഴഞ്ചേരി കൊച്ചുകുഞ്ഞു ഉപദേശി എന്ന് പറഞ്ഞ ഒരു വ്യക്തി 100 വർഷം കഴിഞ്ഞ് മരിച്ചു. ഇന്നും അദ്ദേഹം അറിയപ്പെടുന്നത് ദൈവമാണ്, ദൈവഭക്തിയാണ് അവിടുത്തെ. ഭരണജ്ഞാനത്തെ ഒരു സഹോദരി, ഭക്തിയാണ് സമ്പത്ത്, അല്ലെ? അവിടുന്ന് നൽകുന്ന സമ്പത്ത് എന്താണ്? ഉറക്കെ പറഞ്ഞ്, അവിടുന്ന് നൽകുന്ന സമ്പത്ത്. ഉറക്കെ പറ, അവിടുന്ന് നൽകുന്ന സമ്പത്ത്, അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. പലതുകരമയത്തിൽ പറഞ്ഞു, ഒരിക്കൽ കൂടെ പറഞ്ഞു, അവിടുന്ന് നൽകുന്ന സമ്പത്ത്. അപ്പൊ ദൈവഭക്തിയാണെങ്കിൽ ബാക്കി എല്ലാം ഇനി പോരും. ഈ സമ്പത്ത് എനിക്കുണ്ടോ? ബാക്കി എല്ലാം ഉണ്ട്. ചേട്ടാ, +2 പഠിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്ന വ്യക്തി വചനമൊക്കെ കേൾക്കാനായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്നത് കൊച്ചേട്ടന്റെ ഭാര്യയല്ലാതെ അപൂർവം ചില ടീച്ചർമാരൊക്കെ കാണും. പക്ഷെ ഇത് വചനം കേൾക്കാനുള്ള ആ ആഴവും സ്നേഹവും ഒക്കെ കൊച്ചേട്ടന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനം. അമ്മച്ചിയുടെ മോള് ദൈവം തന്നിരിക്കുന്ന സമ്മാനം. അല്ലെങ്കിൽ ഈ ബൈബിള് വായിക്കുവോ? ഈ വചനം വായിക്കുവോ? വചനം വായിക്കുമ്പോ തന്നെ കുടുംബത്തിന്റെ എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോയി. വചനം പറഞ്ഞപ്പോ തന്നെ ദൈവം ഇവിടെ വന്നു കഴിഞ്ഞു. കാരണം അവൻ വചനം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ഹല്ലേലൂയ. ഈ വചനം തുറക്കുവാൻ നിങ്ങൾ ഈ നിമിഷം തയ്യാറായപ്പോ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പ്രസാദിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇതാണ് അവിടുന്ന് നൽകുന്ന ഈ സമ്പത്ത്. ദൈവഭക്തി ആണെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ സമ്പത്ത് നേടുമ്പോഴാണ് ഞാൻ വിശ്വസ്തനാകുന്നത്. ആരായി തീരുന്നത്? ഫെയ്ത്ത്ഫുൾ ആകുന്നത്. എങ്ങനെയാണ്? ഫെയ്ത്ത്ഫുള്ളിനകത്ത് ഒരു ഫ്രൂട്ട്ഫുൾ ഉണ്ട്. എന്തുണ്ട്? അപ്പൊ ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ്. ഞാൻ നിമിത്തം മറ്റുള്ളവർക്ക് ഫലം നൽകുന്നവനായി മാറണം. ഹല്ലേലൂയ. ഞാൻ ഇടപെടുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടണം. അപ്പൊ ദൈവം പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ എന്റെ സന്തോഷത്തിൽ പങ്കുചേരുക. ഹല്ലേലൂയ. ഈ ഒരു വലിയ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഈ വിശ്വാസ ജീവിതത്തിലേക്കാണ് വരേണ്ടത്. ഈ വിശ്വാസ ജീവിതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം തരും. ഹല്ലേലൂയ. അപ്പൊ ഈ വിശ്വാസ ജീവിതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു വചനം പറഞ്ഞു പ്രാർത്ഥിച്ച് നിർത്താൻ പോവുകയാണ്. ഞാൻ ഫ്രൂട്ട്ഫുൾ ഉള്ളവനാണ്, അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾ ഉള്ളവനാണ്. അപ്പൊ ഫെയ്ത്ത്ഫുള്ളിനകത്ത് എന്തുണ്ട്? ഫ്രൂട്ട്ഫുൾ ഉണ്ട്. ഫെയ്ത്തിനകത്ത് എന്തുണ്ട്? ഒരു ഫ്രൂട്ട് ഉണ്ട്. അപ്പൊ ഞാൻ ഫലം നൽകുന്ന വിശ്വാസിയാണെങ്കിൽ 40-ാം സങ്കീർത്തനം 17-ാം വചനം വെച്ച് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. 40-ാം സങ്കീർത്തനം 17-ാം വചനം ദാവീദ് എന്ന് പറയുന്ന മഹാരാജാവ് പ്രാർത്ഥിക്കുകയാണ്. അതൊന്ന് ഉറക്കെ വായിക്കാമോ മോനെ? ഒന്ന് ഉറക്കെ വായിക്കാമോ? 40-ാം സങ്കീർത്തനം അതിന്റെ 17-ാം വചനം എന്താണ്? 40 സങ്കീർത്തനം 40-ാം സങ്കീർത്തനം 17-ാം വാക്യത്തോടു കൂടി ആ സങ്കീർത്തനം തീരുകയാണ്. അപ്പൊ ആ വചനം ഉറക്കെ മോനെ വായിച്ചേ. എല്ലാവരും നേരിട്ട് പറഞ്ഞേ, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനും. എന്താ ഞാൻ ദരിദ്രനും? കാരണം എന്നാ? ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ദൈവം തന്നതല്ലാതെ എന്റെ കയ്യിൽ. അപ്പൊ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. വലതുകരത്തിൽ പറ, എങ്കിലും കർത്താവിന് എന്നെ പറ്റി എന്ന് പറയുമ്പോ മക്കളെ ഓർക്കണം. ഇപ്പൊ മൂത്ത മകൾ ഇവിടെ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ മകളെ ഓർക്കണം. അവള് നീറ്റ് പരീക്ഷയ്ക്ക് എഴുതിച്ചിരിക്കുകയാണ്. അവള് റാങ്കോടുകൂടി പാസ്സാകണം. MBAക്ക് ഇളയ കൊച്ചു പഠിക്കുകയാണ്. കർത്താവിന് ഞങ്ങളെ പറ്റി കരുതലുണ്ടെങ്കിൽ ഈ കരുതലുള്ള ദൈവത്തിന്റെ അടുക്കൽ നിങ്ങൾ പറയണം, കർത്താവേ ഞങ്ങളെ പറ്റി കരുതലുള്ള ദൈവമേ, കർത്താവിന് എന്നെ പറ്റി. അല്ലല്ല, എവിടെ നേരാണ്ട് എസെക്കിയേൽ നിൽക്കുന്നു. എസെക്കിയേലിനെ പറ്റി ഒരു കരുതല് മാതാപിതാക്കൾക്കില്ലേ? ഇല്ലേ? അവനെ കരുതുന്നില്ലേ? അവൻ ഇന്നതൊക്കെ കൊടുക്കണമെന്ന് നിങ്ങൾക്കല്ലേ? എങ്കിൽ കർത്താവിന് ഇതിനേക്കാൾ പറ്റിയ ഒരു കരുതലുണ്ട്. അങ്ങന്റെ സഹായകനാണ്. എനിക്ക് ഏത് രോഗം വന്നാലും അസ്വസ്ഥ വന്നാലും മെഡിക്കൽ സയൻസ് എന്ത് പറഞ്ഞാലും ദൈവം എന്റെ സഹായകനാണ്. പറഞ്ഞ് എന്റെ സഹായകനും വിമോചകനുമാണ്. എന്നെ എല്ലാത്തിൽ നിന്നും ഡെലിവറി ചെയ്യുന്ന അവിടുന്നാണ്. വിമോചനം കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലൊന്നുമില്ല. 15 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് വിമോചനം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്നാ എന്ന് പറയുന്ന പോലെ അങ്ങ് എന്താണ്? എന്റെ സഹായകനും എല്ലാ അശുദ്ധ ശക്തിയിൽ നിന്നും വിമോചിക്കുന്നവനാണ്.
ആ ഈ വചനം പറയുമ്പോ തന്നെ വിമോചനം നടന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഒരു അന്ധകാര ശക്തിക്ക് ഇവിടോട്ട് കയറാനൊക്കത്തില്ല. ഹല്ലേലൂയ. അവിടുന്ന് എന്റെ സഹായനും വിമോചകനുമാണ്. എന്റെ ദൈവമേ വൈകരുത്. വലുകരം എത്തി പറ, എന്റെ ദൈവമേ എന്റെ ദൈവമേ വൈകരുത്. വൈകരുത്. ഈ കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് ഒന്ന് പറഞ്ഞേ, എന്റെ ദൈവമേ എന്റെ ദൈവമേ വൈകരുത്. വൈകരുത്. എന്റെ ദൈവമേ എന്റെ ദൈവമേ വൈകരുത്. വൈകരുത്. ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളില്, ആഗ്രഹിക്കുന്ന വിഷയങ്ങളില്, ഇവരുടെ ഈ കുടുംബമായി വന്നിരിക്കുന്ന മക്കളുടെ വിഷയങ്ങളില്, ഈ അമ്മച്ചിയുടെ വിഷയങ്ങളില്, അമ്മച്ചിക്ക് ദാനമായി കൊടുത്ത മക്കളുടെ വിഷയങ്ങളില്, കൊച്ചുമക്കളുടെ വിഷയങ്ങളില്, ഈ അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇടപെടാൻ വൈകല്ലേ. ഈ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് യേശുവേ എന്ന് വിളിച്ച്, സ്വരമുയർത്തി എന്ന് വിളിച്ച്, സ്വരമുയർത്തി വിളിച്ച്, യേശുവേ, യേശുവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് പ്രാർത്ഥിച്ച്, എന്ത് തന്നെയായാലും അതിൽ ഇടപെടാൻ വൈകല്ലേ എന്ന് പ്രാർത്ഥിച്ച്